ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ കഴുത്ത് വേദന, കാലുവേദന, കാലിൻ്റെ മുട്ടുവേദന അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി പുരട്ടാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഞാനിത് ചെയ്യാറുണ്ട്, വളരെ ഇഫക്റ്റീവാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യം നമ്മൾ പുരട്ടി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ അടപ്പൊന്ന് ചൂടാക്കിയിടാം. ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മിനിറ്റ് ചൂടായി കഴിയുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് എടുക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണോളം, ഒന്നര ടീസ്പൂണോ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയ പാത്രത്തിലേക്കായിരിക്കണം നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞേക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും ചെറുനാരങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കി ഇട്ടിരിക്കുന്ന അടപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാണ്, ഗ്യാസ് ഫ്ലെയിമിൻ്റെ മുകളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ സിമ്മിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കുകയോ അതിൽ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചൂടോടുകൂടി വേണം നമുക്ക് വേദനയുള്ള ഭാഗത്ത് പുരട്ടാൻ വേണ്ടിയിട്ട്. ഇത് പുരട്ടിയതിന് ശേഷം 1/2 മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ഞാനത് വെക്കാറുണ്ട് കേട്ടോ. ശരീരത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിലും ചൂടുവെള്ളത്തിൽ കുളിക്കലായിരിക്കും നല്ലത്. വേദനയുള്ള ഭാഗത്ത് കുറച്ച് ചൂട് കൂടുതലുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഗ്യാസ് ഫ്ലെയിമിൻ്റെ മുകളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സിമ്മിലേക്ക് ഇട്ടിട്ട് ആ ഫ്ലെയിമിലൊന്ന് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ചൂടോടുകൂടി കൈ പൊള്ളാത്ത രീതിയിൽ ചൂടാവുമ്പോൾ അത് നമ്മുടെ എവിടെയാണോ വേദനയുള്ളത്, കഴുത്തിലാണോ കാലിലാണോ കാൽമുട്ടിലാണോ എവിടെയാണോ വേദനയുള്ളത് ആ ചൂടോടുകൂടി തന്നെ പരട്ടിക്കൊടുക്കാം. തിരുമ്മൊന്നും വേണ്ട, ജസ്റ്റ് പരട്ടി കൊടുത്താൽ മതി. ഈ മിശ്രിതം ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പിറ്റേന്നും അതൊന്ന് ചൂടാക്കിയിട്ട് പറ്റാവുന്നതാണ്. അപ്പോൾ കഴുത്ത് വേദന, കാലുവേദന, മുട്ടുവേദന, കൈവേദനയൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക. ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.